ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അതൊന്നുമില്ല, നമ്മുടെ പൂച്ചെടികളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്, പൂച്ചെടികൾ തൂക്കുചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഹലോ കൂട്ടുകാരെ, ഈ പൂവിൻ്റെ ചെടീൻ്റെ പേര് അറിയായിരുന്നു, പക്ഷെ അത് മറന്നുപോയി. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. താഴെ ചെടികളൊക്കെ ഉണ്ട്, കാടായി, മഴ പോയി, അതിനെ നമുക്ക് ക്ലിയർ ആക്കണം. ഈ പൂവ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ പേര് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. രണ്ട് കളറുണ്ട്, കാട്ടിലൊക്കെ ഉണ്ടായിരുന്നത്. അത് രണ്ട് സൈസാണ്. കാട്ടിലൊക്കെ ഉണ്ടായിരുന്നത്, വീട്ടിൽ വെച്ചപ്പോൾ നല്ല ഭംഗിയായി. പിന്നെ ഇതാ ഒരു വെറൈറ്റി ചെടി, വലിയൊരു പൂവുണ്ട്. വെറൈറ്റി പൂവാണ്. ഇതിൻ്റെയും പേരറിയില്ല കേട്ടോ. ഇതിൻ്റെയും പേരറിയണമെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. കുറേ പൂച്ചെടികൾ ഞങ്ങളിലുണ്ട്. കളർ ചെടികളുണ്ട്, ചെടികൾ വെറൈറ്റി. കുറേ നാളായി ഞാൻ ഡാലി വയ്ക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. ആദ്യം നിറയെ പൂത്തിരുന്നു, പിന്നെ ആ ചെടി പോയി. പിന്നെ ഇത് വെച്ചിട്ട് കുറേ നാളായി വെറുതെ അങ്ങനെ വരികയാണ്. ഞാൻ മാറ്റി വെച്ച് മടുത്തു. പിന്നെ ലാസ്റ്റ് ഇപ്പോൾ അത് ആ ചെടിയിൽ പൂവുണ്ടായിരിക്കുന്നു കേട്ടോ ഗേസ്. കണ്ടോ, ഒരു പൂ വന്നിട്ടുണ്ട്. ഇതാ മുട്ടിട്ടുണ്ട്, 2-3 മുട്ടുണ്ട്. കുറേ ആയി ഡാലിയ വെച്ചിട്ട്, ഇപ്പോഴാണ് അതിലൊരു പൂ പൂത്തത് കേട്ടോ. പിന്നെ ഇതൊരു തരം, ഇങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു. ഇതിനെയൊക്കെ ഞങ്ങൾ ഒഴിവാക്കിയതാണ് കേട്ടോ. മുള്ളിച്ചെടിയെന്ന് പറഞ്ഞിട്ട് കുറേ ഉണ്ടായിരുന്നു, അതിനെയൊക്കെ ഒഴിവാക്കി. ഇപ്പോൾ 1-2 ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതൊരു വെറൈറ്റി പൂച്ചെടിയാണ്. ഇതൊരു ചെറിയൊരു തല കൊണ്ട് വെച്ചതാണ് ഞങ്ങൾ, പക്ഷെ ഇത് അടിപൊളിയായി വന്നു. ഇനി മാറ്റി വെക്കണം. ഇതിൻ്റെ പേര് എന്താണെന്ന് അറിയില്ല, അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ വേറെ കാണിച്ചു തരാം. മണി പ്ലാന്റ് എല്ലാവരും വള്ളിയായിട്ടൊക്കെയാണ് വളർത്തുക. ഞങ്ങളിങ്ങനെ ചട്ടിയിൽ വെച്ച് വട്ടത്തിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. അവിടെ പലതരം ഉണ്ട്. പിന്നെ പുല്ല്, 2-3 സൈസ് പുല്ലുണ്ട്. മണി പ്ലാന്റ് മറ്റേത് എന്തിൻ്റെ ഇല പോലെ ഉണ്ട്, നമ്മുടെ പുതിന ഇല പോലെ ഉണ്ട്, പക്ഷേ പുതിനയല്ല. ഇതൊരു ചെടിയാണ്, പുല്ല്. പിന്നെ ഞങ്ങളുടെ ചെടികൾ ഒരു വെറൈറ്റിയാണ്. ഇതിൽ നിറയെ പൂത്തിരുന്നു കേട്ടോ. അതാ വള്ളിയിലാണ് ഇങ്ങനെ നിറയെ പൂത്തിരുന്നു. ഇപ്പോൾ പൂ കഴിഞ്ഞ് 2 പൂവേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ പൂച്ചെടികൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക സുഹൃത്തുക്കളെ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോയുമായി നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ അടീനം ചെടിനെ പരിചയപ്പെടുത്താം. ഹലോ ഗൈസ്, ഇത് അടീനം ചെടിയാണ്. ഇത് നമ്മൾ മഴക്കാലം ആയപ്പോൾ കൊണ്ട് സൈഡിലെടുത്ത് വെച്ചാൽ നനയാൻ പാടില്ല. നനഞ്ഞു കഴിഞ്ഞാൽ അത് അളിഞ്ഞു പോകും. അപ്പോൾ ഇപ്പോൾ മഴ പോയല്ലോ, ഇനിയും വെയിലത്തെടുത്ത് വെക്കണം, എന്നാലേ പൂവൊക്കെ നല്ലപോലെ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് അതൊക്കെ എടുത്ത് വെളിയിൽ വെക്കണം, എന്നാലേ നന്നായി പൂക്കൾ. കാരണം ഇപ്പോൾ പൂക്കൾ കുറവാണ്. ഇനി വെളിയിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല പൂക്കളുണ്ടാകും കേട്ടോ. എന്താണ് അടീനം. പിന്നെ എല്ലാവരുടെയും ഉള്ളതാണ്. ഇപ്പോൾ നമ്മളും വെച്ചത് പൂ വന്നു. അവിടെ ഫ്രണ്ടിലുണ്ട്, എന്നിട്ട് മാറ്റി വെച്ചതാണ്. അതിലും പൂവായി. പൂക്കൾ കുറേ ദിവസം ഉണ്ടാവും. പിന്നെ ഇത് നമ്മുടെ കറ്റാവ് വാഴ. അതിലിതാ ചെണ്ടുമല്ലിൻ്റെ വിത്തിട്ടപ്പോൾ അത് മുളച്ചു വന്നു. ഇതാ തയ്യായിരിക്കുന്നു. പിന്നെ ഇതാ അടുത്ത താമര. നേരത്തെ പൂത്തുണ്ടായിരുന്നു, ഇപ്പില്ല. ഇതാ അവിടെ ഒരു താമര മൊട്ടുണ്ട് കേട്ടോ. ഇതാ അവിടെ മൊട്ടുണ്ട്. ഇത് നാളേക്ക് പൂക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ജമന്തി കുറേ വെച്ചിട്ട് പൂ വരാതെ അങ്ങ് വന്നായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് കുറേ പൂത്തു കേട്ടോ. ഇതാ പൂവൊക്കെ നല്ലപോലെ പൂത്തിരുന്നു. കുറേ കഴിഞ്ഞതാണ്, ഇതൊക്കെ പൂത്തുണ്ടായിരുന്നു. ഇത് നമ്മുടെ ശംഖുപുഷ്പമാണ്. ഇത് വെള്ളയാണ് കേട്ടോ. വേറെ നീല ഉണ്ടായിരുന്നു, അത് ആ ചെടി ഇപ്പോൾ വാടിപ്പോയി, ഉണങ്ങിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നമ്മുടെ വീട്ടിലെ പൂച്ചെടികളൊക്കെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.